രക്ഷാകർത്താവല്ല ഇനി വേണ്ടത് മെന്റർ, മക്കളെ വളർത്തുന്നവർ അറിയാൻ. സമകാലിക ഇസ്ലാമിക സമൂഹത്തിൽ, പ്രത്യേകിച്ച് മദ്രസ വിദ്യാർത്ഥികളുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് കുട്ടികളുടെ വളർത്തൽ രീതി അഥവാ പാരന്റിംഗ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. കുട്ടികളെ നിയന്ത്രിക്കുക, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക എന്നതിനപ്പുറം ആധുനിക കാലത്ത് മാതാപിതാക്കൾക്ക് മറ്റൊരു റോൾ കൂടി നിർവഹിക്കാനുണ്ട്: ഒരു മെന്റർ ആവുക എന്ന വലിയ ഉത്തരവാദിത്തം. മദ്രസയിലെ ഉസ്താദുമാർ അറിവ് അഥവാ താലീം നൽകുമ്പോൾ ആ അറിവിനെ ജീവിതത്തിൽ പകർത്താനുള്ള സംസ്കാരം അഥവാ തർബിയത്ത് നൽകേണ്ടത് വീടുകളിലെ മെന്റർമാരായ മാതാപിതാക്കളാണ്. മക്കൾ നമ്മുടെ സ്വത്തല്ല, അമാനത്താണവർ. ഒരു വസ്തു സ്വന്തമാണെങ്കിൽ നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാം. എന്നാൽ അതൊരു ട്രസ്റ്റ് അഥവാ ഏൽപ്പിക്കപ്പെട്ട മുതലാണെങ്കിൽ ഉടമസ്ഥനായ അല്ലാഹു നിശ്ചയിച്ച നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഓരോ കുട്ടിയും ജനിക്കുന്നത് ഫിത്ര അഥവാ ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നീട് മാതാപിതാക്കളും സാഹചര്യങ്ങളുമാണ് അവരെ മാറ്റുന്നത്. അതുകൊണ്ടുതന്നെ മക്കളിലുള്ള നന്മയുടെ വിത്തുകളെ കണ്ടെത്തി വളർത്തുക എന്നതാണ് ഒരു മെന്ററുടെ ധർമ്മം. വളർച്ചയുടെ 3 ഘട്ടങ്ങൾ. കുട്ടികളുടെ വളർച്ചയെ 7 വർഷം വീതമുള്ള 3 ഘട്ടങ്ങളായി തിരിച്ചുള്ള രീതിശാസ്ത്രം ഇന്നും ഏറെ പ്രസക്തമാണ്. ആദ്യത്തെ 7 വർഷം അഥവാ 0 to 7 വയസ്സ് കുട്ടികളെ കളിക്കാൻ അനുവദിക്കേണ്ട പ്രായമാണ്. ഇവിടെ മാതാപിതാക്കൾ അവരുടെ സ്നേഹിതരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ സുജൂദിലായിരിക്കുമ്പോൾ പേരക്കുട്ടികൾ മുതുകിൽ കയറിയപ്പോൾ സുജൂദ് നീട്ടി നിർത്തിയത് നമുക്ക് മാതൃകയാണ്. കാർശക്യമല്ല, സ്നേഹമാണിവിടെ വേണ്ടത്. അടുത്ത 7 വർഷം അഥവാ 7 to 14 വയസ്സ് ശിക്ഷണത്തിന്റെ കാലമാണ്. തെറ്റും ശരിയും ഹലാലും ഹറാമും വേർതിരിച്ചു പഠിപ്പിക്കേണ്ട സമയം. ഇവിടെ രക്ഷിതാവ് ഒരു അധ്യാപകനാകണം. മദ്രസ പഠനം ഗൗരവകരമാകുന്നതും ഈ ഘട്ടത്തിലാണ്. എന്നാൽ 14 വയസ്സ് പിന്നിടുന്നതോടെ കൗമാരത്തിലേക്ക് കടക്കുന്ന മക്കളോട് പഴയ രീതിയിലുള്ള ശാസനകൾ ഫലം കാണില്ല. ഇവിടെയാണ് മാതാപിതാക്കൾ യഥാർത്ഥ മെന്റർ ആകേണ്ടത്. അവരെ സുഹൃത്തുക്കളായി പരിഗണിക്കുക, കാര്യങ്ങൾ കൂടിയാലോചിക്കുക, അവരെ കേൾക്കാൻ തയ്യാറാവുക. നിർഭാഗ്യവശാൽ പല വീടുകളിലും കൗമാരക്കാരായ മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നത് ഈ സുഹൃത് ബന്ധം സ്ഥാപിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുമ്പോഴാണ്. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലുഖ്മാനും റളിയല്ലാഹു അൻഹു കാണിച്ച മാതൃക. ലോകം കണ്ട ഏറ്റവും വലിയ മെന്റർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. 10 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സേവനം ചെയ്ത അനസ് വിനോട് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും അവിടുന്ന് ദേഷ്യപ്പെട്ടില്ല. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടിയുടെ പക്ഷി ചത്തപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തി. കുട്ടികളുടെ ചെറിയ സങ്കടങ്ങളെപ്പോലും ഗൗരവമായി കാണാനും അവരുടെ വികാരങ്ങളെ മാനിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഉപദേശിക്കുന്നതിനു മുൻപ് സ്നേഹബന്ധം സ്ഥാപിക്കണം എന്നാണിതിനർത്ഥം. അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധം, മുറാക്കബ മക്കളിൽ വളർത്തിയാൽ പോലീസിനെയോ രക്ഷിതാക്കളെയോ ഭയന്നല്ല, മറിച്ച് സ്വന്തം മനഃശാക്ഷിയോട് ഉത്തരവാദിത്വം പുലർത്തി ജീവിക്കാൻ അവർക്ക് കഴിയും. ഡിജിറ്റൽ കാലത്തെ വെല്ലുവിളികൾ. മദ്രസ വിദ്യാർത്ഥികൾ നേരിടുന്ന ഇന്നത്തെ പ്രധാന വെല്ലുവിളി സ്ക്രീൻ അഡിക്ഷനും തെറ്റായ കൂട്ടുകെട്ടുകളുമാണ്. മാതാപിതാക്കൾ ഫോണിൽ മുഴുകിയിരിക്കുകയും മക്കളോട് ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കാപഢ്യമാണ്. വീടുകളിൽ സ്ക്രീൻ ഫ്രീ സമയങ്ങൾ നിശ്ചയിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ജമാഅത്തായി നിസ്കരിക്കുക തുടങ്ങിയ ശീലങ്ങൾ ഡിജിറ്റൽ ലോകത്തുനിന്ന് അല്പം ആശ്വാസം നൽകും. അതുപോലെ മക്കൾക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കൾ നൽകണം. എന്റെ ഉപ്പയോട് പറഞ്ഞാൽ അദ്ദേഹം എന്നെ കൊല്ലും എന്ന ഭയത്തിനു പകരം എന്റെ ഉപ്പ എന്നെ സഹായിക്കും എന്ന വിശ്വാസമാണ് മക്കൾക്കുണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയാൽ പോലും അവർക്ക് തിരിച്ചുവരാൻ കഴിയൂ. മദ്രസയും വീടും കൈകോർക്കുമ്പോൾ. മദ്രസയിലെ ഉസ്താദുമാരെ കുട്ടികളുടെ മുന്നിൽ വെച്ച് വിമർശിക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഉസ്താദിനോടുള്ള ബഹുമാനം കുറഞ്ഞാൽ അത് ദീനിനോടുള്ള അവഗണനയായി മാറും. ഇമാം മാലികി റളിയല്ലാഹു അൻഹുവിനെ മദ്രസയിലേക്ക് അയക്കുമ്പോൾ ഉമ്മ പറഞ്ഞത്, നീ ഉസ്താദിൽ നിന്ന് അറിവ് പഠിക്കുന്നതിനു മുൻപ് അച്ചടക്കം പഠിക്കുക എന്നാണ്. അറിവിനേക്കാൾ വലുത് സ്വഭാവശുദ്ധിയാണെന്ന് മക്കളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം.
സലാഹുദ്ദീൻ അയ്യൂബിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അദ്ദേഹത്തിന് കുട്ടിക്കാലത്തെ വലിയ ലക്ഷ്യങ്ങൾ നൽകിയ പോലെ നമ്മുടെ മക്കൾക്കും ഉന്നതമായ ലക്ഷ്യബോധം പകർന്നു നൽകണം. ഉപസംഹാരം: നല്ലൊരു മെന്റർ ആവുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ജോലിയല്ല. മക്കളെ കേൾക്കാൻ